LDF-ൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ വലിയ ധർമ്മസങ്കടത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് പോകണോ ഇപ്പുറത്ത് തന്നെ തുടരണമോ എന്നുള്ളതിലാണ് ഒരു ധർമ്മസങ്കടം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ലീഗിനും ഇതേ രീതിയാണുള്ളത്. ലീഗ് അങ്ങ് പിന്നെ കടിച്ചമർത്തി അങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. ജോസ് കെ മാണി അങ്ങനല്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പോഴും പാർട്ടി ഓഫീസുകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാലായിലെ കരിങ്കോഴയ്ക്കൽ തറവാട്ടിലും ഒരു കൊടി വെച്ച കാറ് കയറി ഇറങ്ങണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തും. 2021 അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരാൾ കൊടിവെച്ച കാറ് കൊടുത്തു. പക്ഷേ അത് ആ പോന്ന വഴിക്ക് പോലും കരിങ്കോഴയ്ക്കൽ തറവാട്ടിൽ കയറുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ജോസ് കെ മാണി അതൃപ്തനാണ്. പ്രത്യേകിച്ച് തദ്ദേശം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ അത്ര പന്തിയല്ല, ഗുണം പിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കൂടും കുടുക്കയൊക്കെ എടുത്തു ഇറങ്ങണമെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ കേരള കോൺഗ്രസിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് അവിടെ CPM-ൻ്റെ ഈ വീടിൻ്റെ പിന്നാലെയൊക്കെ പലരും വന്ന് കിടന്ന് കറങ്ങുന്നുമുണ്ട്. KM മാണി പറയുന്നത് പോലെ കേരള കോൺഗ്രസ് സുന്ദരിയാണ്, തട്ടിക്കൊണ്ടുപോകാൻ പലരും ശ്രമിക്കും. അതൊക്കെ തന്നെയാണ്. കാരണം ജോസ് കെ മാണി വിഭാഗമാണ് കേരള കോൺഗ്രസിൽ പ്രബലമായിട്ടുള്ളത്. ജോസഫ് വിഭാഗം നമുക്കറിയാം, അവർ 2 MLA-മാരേ ഉള്ളൂ ഇപ്പോൾ. അതൊന്ന് ജോസഫും മറ്റൊന്ന് മോൻസ് ജോസഫുമാണ്. ജോസഫിന് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല, മാറി നിൽക്കും. മകനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്, അബു ജോസഫ്. മകനെ കാര്യങ്ങൾ ഏൽപ്പിക്കുമെങ്കിലും പാർട്ടിയുടെ ചുമതല മുഴുവൻ PJ ജോസഫ് തന്നെ കൈകാര്യം ചെയ്യും. കാരണം അത് പിന്നീട് ക്രമേണ അത് മകനിലേക്ക് അങ്ങ് കൊടുക്കും. ഒറ്റയടിക്ക് മകനിലേക്ക് എല്ലാം കൂടി പോകുമ്പോൾ പാർട്ടിക്കകത്ത് എതിർപ്പുണ്ടാവുകയും ചിലപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഒന്നും കൂടി പിളരാനിടയാവുകയും ചെയ്യും. കേരള കോൺഗ്രസിലല്ലേ അവർ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ പിളരുന്നവരാണ്. പിളരുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. പിളരാതിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ സൂക്ഷിക്കേണ്ടത്. ജോസ് കെ മാണി വിഭാഗത്തിലും പിളർപ്പ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം റോഷി അഗസ്റ്റിൻ വിഭാഗത്തിന് അവിടെ തന്നെ നിന്നാൽ കൊള്ളാവുന്നുണ്ട്. പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ് റോഷി അഗസ്റ്റിന്. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിയോട് കുറേ നാളുകളായിട്ട് പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ പറയുന്നുണ്ട് LDF-ഉമായിട്ടുള്ള ബാന്ധവം എല്ലാം വിച്ഛേദിച്ചിട്ട് ഇപ്പുറത്തേക്ക് വരണമെന്ന്. ജോസ് കെ മാണി ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുകയാണ്. കാരണം പിണറായി വിജയൻ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് 2026 3-ാം വട്ടം തുടർഭരണം ലഭിക്കും എന്ന്. ഘടകകക്ഷികൾക്ക് പോലും ഉറപ്പ് നൽകി എന്നുള്ളതാണ്. ഘടകകക്ഷികളെന്ന് പറയാൻ അവിടെ ഈ പറഞ്ഞതുപോലെ ഒന്ന് CPI, ഒന്ന് കേരള കോൺഗ്രസ്, ഇത് രണ്ടുമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ആരാ? ഈ ഒറ്റയാൾ പട്ടാളങ്ങളാണ്. ഈ ഒറ്റയാൾ പട്ടാളങ്ങളുടെ ഒക്കെ തന്നെ സീറ്റ് ഇപ്പോൾ അധികം വൈകാതെ ഇവർ ഏറ്റെടുക്കും. പിന്നെ CPM തന്നെ ഏറ്റെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അതൊന്നും ചിലരെ നിർത്തിയിട്ട് ഇനിയും കഥയൊന്നുമില്ലെന്നുള്ളതാണ്. ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവിനെ തിരുവനന്തപുരം സെൻട്രലാണ് കൊടുത്തിരുന്നത്. അവിടെ ഇനിയും മത്സരിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ തോൽക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ആ സീറ്റ് അവിടെ വേറെ ആരെങ്കിലും അല്ല മത്സരിപ്പിക്കുക, ആ സീറ്റ് അങ്ങ് CPM ഏറ്റെടുക്കും. ഇപ്പോൾ കോൺഗ്രസ് വിഭാഗം, കോൺഗ്രസ് എസ് കടന്നപ്പള്ളി ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. അദ്ദേഹത്തിനും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായമായില്ലേ, മാറി നിൽക്കും. അവിടെ കടന്നപ്പള്ളിക്ക് പകരം ആരുണ്ട്? ആ പാർട്ടിയിൽ കടന്നപ്പള്ളി മാത്രമേ ഉള്ളൂ. ആ പാർട്ടിയുടെ മീറ്റിംഗ് വെച്ചാൽ കടന്നപ്പള്ളി തന്നെ എന്നിട്ട് വേണം കസേര പിടിച്ചിടാനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ എന്തായാലും കടന്നപ്പള്ളിയും അവിടെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതും CPM അങ്ങ് ഏറ്റെടുക്കും. ഇങ്ങനെ പിന്നെ ഒറ്റയാൾ സംഘങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഗണേഷിന് കൊടുക്കുമായിരിക്കും.
കൊടുത്തില്ലെങ്കിൽ ഗണേഷ് മത്സരിക്കും. അവിടെ പൊരിഞ്ഞ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാല. അതെത്ര സക്സസ് ആകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഗണേഷ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ നേട്ടമാണ്. ഒരു MLA എന്നുള്ള രീതിയിൽ വലിയ പ്രകടനമാണ് ഗണേഷിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഗണേഷ് കുമാറിനെ കൈവിടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ CPM മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഈ ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം അതിൻ്റെതായ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഇത്ര സീറ്റ് കൊടുക്കണം, 1. 2, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര മന്ത്രി പദവി. 3, ജോസ് കെ മാണിക്ക് കൊടുക്കുന്നത് ഏത് വകുപ്പ്. 4, ജോസ് കെ മാണിക്ക് കൊടുക്കുന്ന മണ്ഡലം ഏത്. ആ മണ്ഡലം സേഫായിരിക്കണം. ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ തിരുവമ്പാടി കൊടുക്കാം എന്ന് പറഞ്ഞ്. ലീഗ് കുറേ നാളായിട്ട് ജോസ് കെ മാണിയുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് തിരുവമ്പാടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ജോസ് കെ മാണി കയറാതെ നിൽക്കുകയല്ലേ, തദ്ദേശം കഴിയട്ടെ എന്നുള്ള രീതിയിൽ. ഈ തിരുവമ്പാടി കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കോൺഗ്രസ്സുകാരന്മാരാണ്, പാലം വലിക്കുന്നവരാണ്. പിന്നെ തിരുവമ്പാടി ലീഗിന് കുറച്ച് ആധിപത്യം ഉള്ളത് കൊണ്ട് സേഫായിട്ടുള്ള ഇടമായിട്ട് നമുക്ക് കാണാം. ഒന്നാമത് ജോസ് കെ മാണി 2021 തിളച്ച വെള്ളത്തിൽ ചാടിയ സ്ഥിതിയാണ്. തിളച്ച വെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നെ തണുത്ത വെള്ളം കണ്ടാലും അറച്ചു നിൽക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ജോസ് കെ മാണിക്ക് പാലയിൽ പോയി ഇനി നിൽക്കാൻ വയ്യാത്തത്. 2021 ജോസ് കെ മാണിയെ പാലയിൽ തോൽപ്പിച്ചത് ആരാണെന്ന് ഏവർക്കും കൃത്യമായി അറിയാം. എന്തിനു വേണ്ടി തോൽപ്പിച്ചു എന്നുള്ളതും കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പാല അത്ര പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. കാരണം തദ്ദേശത്തില് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പോലും വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഒരു കാലത്ത് അവസാന നിമിഷക്കാലത്തൊക്കെ പിന്നെ KM മാണിക്ക് പോലും സംശയമുണ്ടായിരുന്നു ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ലേ? അത് ഉമ്മൻചാണ്ടിക്ക് കുറഞ്ഞിട്ടില്ലേ പുതുപ്പള്ളിയിൽ? അപ്പോൾ ഇവരൊക്കെ ഒരു കാലത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്നവരാണ്. ആ ആധിപത്യം മുഴുവൻ തകർത്തെറിയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പുതുകാലത്തിൽ. അതുകൊണ്ടാണ് ഈ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ ഇടം കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ ഇനിയിപ്പോൾ പാർലമെന്റിലേക്ക് പോയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടു, പാർലമെന്റിൽ പോയി എന്ത് കാര്യമാണ്? പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നേട്ടം ഉണ്ടാകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറിച്ച് ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണി മന്ത്രിയാണ്, അത് ഉറപ്പായ കാര്യമല്ലേ. അപ്പോൾ ജോസ് കെ മാണി അതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഇങ്ങോട്ടേക്ക് UDFിലേക്ക് നീങ്ങാനായിട്ടുള്ള ഒരു ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കുപോക്കുകളും ചർച്ചകളും ഒക്കെ ഗൗരവമായിട്ട് കടക്കുമ്പോൾ ഇവരുടെ പിന്നെ സെറ്റിൽമെൻ്റ് എല്ലാം ഒന്ന് റെഡിയാകും. അപ്പോൾ ജോസ് കെ മാണി ഇറങ്ങുന്നതും ജോസ് കെ മാണിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ലീഗുമുള്ളവരെ അങ്ങോട്ടേക്ക് ചെല്ലും. സുഖമായിട്ട് പോവുകയും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെ ജോസ് കെ മാണി 2026 കേരള ഭരണത്തിൽ പങ്കാളികൾ ആകും എന്നുള്ളതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.